ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകാൻ പോണത് വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസിലോട്ടാണ് കേട്ടോ. പണ്ട് പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഒരു വീടാണ്, കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു വീടാണ് കേട്ടോ. ആ വീട്ടിൽ ആരായിരുന്നു താമസിച്ചിരുന്നത്, ആ വീടിൻ്റെ പ്രത്യേകത എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും. ഞാൻ ഒരുപാട് ചുറ്റി വളയ്ക്കുന്നില്ല. ആരായിരുന്നു ആ വീട്ടിൽ താമസിച്ചിരുന്നത്? വേറെ ആരും അല്ല കേട്ടോ, നമ്മുടെ സ്വന്തം MGR സാറായിരുന്നു അവിടെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം ചിലവഴിച്ചത്, അല്ലെങ്കിൽ ജീവിച്ചിരുന്ന വീടാട്ടോ. കുറച്ചു കാലം, അതായത് 4-5 വയസ്സ് വരെ അദ്ദേഹം അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എവിടെയാണ് പ്ലേസ് എന്നല്ലേ, നമ്മുടെ കൊല്ലങ്കോട് വടവന്നൂർ വൈദ്യശാലയുടെ അടുത്തായിട്ടാണ് കേട്ടോ ഈ വഴി. ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല MGR സാറിൻ്റെ വീട് കാണാനുള്ള ഒരു അവസരം ഉണ്ടാവും. കാരണം എനിക്ക് എപ്പോഴും ഞാൻ വിചാരിക്കും, പക്ഷെ എനിക്ക് അതിനൊരു സമയം കിട്ടാറേ ഇല്ല. ശരി, ഈ പ്രാവശ്യം എന്തായാലും നമുക്ക് പോയി നോക്കണം എന്നുള്ള ഒരു ആകാംക്ഷയായിരുന്നു. കാരണം കൊല്ലങ്കോട്ടിൽ ജനിച്ച് വളർന്നിട്ട് MGR സാറിൻ്റെ വീട് കാണാതിരിക്കുക എന്ന് പറയുന്നത് ഷെയിം അല്ലേ. ഞാൻ അദ്ദേഹത്തിൻ്റെ വീടെത്തുന്നത് വരെ ഒരേ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എങ്ങനെ ഉണ്ടാവും വീട്, എന്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്ന പല ചോദ്യങ്ങളും പല ഉത്തരങ്ങളും ഞാൻ തന്നെ ആലോചിച്ച് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ വീട് എത്താറാകാതെ എനിക്ക് ഒരുപാട് ആകാംക്ഷയായി. അങ്ങ് MGR സാറിൻ്റെ ഓരോ പാട്ടുകളും എൻ്റെ ഇങ്ങനെ കണ്ണിൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് പോലെ, അല്ലെങ്കിൽ എൻ്റെ കാതിൽ പാടുന്നത് പോലെയൊക്കെ എനിക്ക് ആ ഇൻസ്റ്റൻറ്റിൽ തോന്നാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ അദ്ദേഹത്തിൻ്റെ വീട് എത്തിക്കഴിഞ്ഞു കേട്ടോ. ഫ്രണ്ടിൽ കയറിയതും ഇങ്ങനെയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ചിലയും സിംഹവും ഇങ്ങനെയൊക്കെ വെച്ചിട്ടൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാണുന്നില്ലേ, ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട്. എന്ത് ഭംഗിയില്ലേ കാണാൻ. അവരൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നും ആ വീട്ടിൽ വരുത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വീടിനെ, ആ പഴയ കാലത്ത് ആ വീടിനെ അങ്ങനെ ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഒരു 5 വർഷ കാലയളവിൽ MGR സാറിൻ്റെ വീട് അങ്കൽവാടിയായിട്ട്, ഒരു സ്കൂളൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിരുന്നു കേട്ടോ. പിന്നെ അവിടെയുള്ള ഓടൊക്കെ ഇങ്ങനെ ഇടിഞ്ഞു വീഴാൻ തുടങ്ങിയപ്പോൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള ബുദ്ധിമുട്ടും അങ്ങനെയുള്ള സൗകര്യക്കുറവുകൾ കൊണ്ട് അവരെന്ത് ചെയ്തു, ആ വീടിനൊന്ന് സെറ്റാക്കി എടുത്തിട്ട് അതിൻ്റെ അടുത്ത് തന്നെയായിട്ട്, ഈ വീടിൻ്റെ അടുത്ത് തന്നെയായിട്ട് അങ്കൽവാടി നിർമ്മിക്കുകയായിരുന്നു. ഇപ്പോഴും ഒരു സ്ഥാപനമായി MGR സാറിൻ്റെ വീടിന് തൊട്ടടുത്തായിട്ട് അങ്കൽവാടി ഉണ്ട്. കുട്ടികൾ ദിവസവും വരാറുണ്ട് കേട്ടോ. എല്ലാ ദിവസവും കാലത്ത് 9 മണി തൊട്ട് ഈവനിങ് 5 മണി വരെ ഇത് ഓപ്പണിലുണ്ടാവും. അപ്പം നിങ്ങൾ MGR സാറിൻ്റെ വീട് കാണണമെന്നുണ്ടെങ്കിൽ ഈ ടൈമിലോട്ട് വന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ലൊരു നാച്ചുറായിട്ടുള്ള ഒരു പ്ലേസ് എന്ന് തന്നെയൊക്കെ പറയാം. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞതാണ് അങ്കൽവാടി. കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആ സാറിൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു ഇവർ ഉണ്ടായിരുന്നത്. അവിടെയുള്ള പഴയ വീടല്ലേ, അപ്പോൾ അവർക്ക് ആ ഒരു സൗകര്യങ്ങൾ ഇല്ലാത്ത കൊണ്ടായിരുന്നു അവർ ഇതിൻ്റെ അടുത്തായിട്ട്, സാറിൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു കെട്ടിടം നിർമ്മിച്ചിട്ട് അവിടെ കുട്ടികൾ പഠിക്കുന്നത്. ഞങ്ങൾ വരണ സമയത്ത് വീട് പൂട്ടിയിരുന്നു സാറിൻ്റെ. പിന്നെ ടീച്ചർമാരുണ്ടാവും, അവരുടെ അടുത്ത് പെർമിഷൻ ചോദിച്ചപ്പോൾ അവർ ഞങ്ങൾക്ക് വീട് ഓപ്പൺ ചെയ്ത് തന്നു. പിന്നെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ഒരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല രസമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല രസം, അടിപൊളിയായിട്ടുള്ള ഒരു വീട്. നമുക്ക് കാണാനും അതുപോലെ ഇരിക്കാനും സ്പെൻഡ് ചെയ്യാനും സൂപ്പറാണ്. നമുക്ക് എത്ര നേരം വേണമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാം. അതുപോലെ ഇത് സാറിൻ്റെ വീട് കാണാൻ ടോക്കൺ എടുക്കണോ, ഇല്ലെങ്കിൽ എല്ലാവരെയും അലൗഡ് ചെയ്യുമോ, അങ്ങനെ പല സംശയങ്ങളും നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. ആ സംശയങ്ങൾക്ക് മറുപടി എന്താണെന്ന് പറഞ്ഞാൽ ഫ്രീ ആണ് കേട്ടോ. ആർക്ക് വേണമെങ്കിലും വന്ന് നമുക്ക് നോക്കാം. 9 to 5 ആ ടൈമിനുള്ളിൽ വന്നാൽ എല്ലാവർക്കും നമുക്ക് ഇവിടെ ഒന്ന് നോക്കാനും സ്പെൻഡ് ചെയ്യാനും പറ്റും. പിന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ നോക്കാം. വീട്ടിൻ്റെ ഉള്ളിൽ കയറിയതും ഒരു റൂമുണ്ട്. ആ റൂമിൽ MGR സാറിൻ്റെ ശില അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വളരെയധികം ഭംഗിയായിട്ട് ഉണ്ടാക്കിയിട്ട് അവർ അതിൻ്റെ അടുത്ത് തന്നെ ഒരു നിലവിളക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലവർ ദിവസവും ഇങ്ങനെ ദീപം കൊളുത്തി വെക്കുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോണത് അദ്ദേഹത്തിൻ്റെ അടുക്കളയാണ് കേട്ടോ. ഇതാണ് പണ്ട് കാലത്തെ അടുക്കള, കണ്ടോ. അങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഹാള്. കയറി വന്നതും സാറിൻ്റെ ഒരു റൂം കാണാം. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു കിച്ചൺ, പിന്നെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വലിയൊരു ഫോട്ടോ ഇട്ടിട്ടുള്ള ഒരു ചെറിയൊരു റൂം ഉണ്ടായിരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അങ്കണവാടിയുടെ തൊട്ടടുത്തായിട്ടുള്ള ഒരു ഓഫീസ് റൂമാണ്. അവിടെ വന്നിട്ട് MGR സാറിൻ്റെ അമ്മ, അതുപോലെ ചെറുപ്പകാലത്തുള്ള എല്ലാ ഫോട്ടോസും
ഇവർ കളക്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചെറുപ്പകാലത്തെയും. അതുപോലെ അദ്ദേഹം ഫിലിമിലുള്ളപ്പോഴും അതുപോലെ രാഷ്ട്രീയത്തിലുള്ളപ്പോഴും പിന്നെ അങ്ങനെ അദ്ദേഹത്തിന് പുരസ്കാരങ്ങൾ കിട്ടിയത് അങ്ങനെയുള്ള എല്ലാ ഫോട്ടോസും നമുക്ക് ഈ ഓഫീസ് റൂമിൽ വന്നു കഴിഞ്ഞാൽ വിസിറ്റ് ചെയ്യാൻ പറ്റും. സത്യത്തിൽ പറഞ്ഞാൽ MGR സാറിൻ്റെ ഓർമ്മകളെ പുതുക്കിയെടുത്ത പോലെ എനിക്ക് ആ വീട്ടിൽ കയറിയപ്പോൾ തോന്നി. ഓക്കെ ഫ്രണ്ട്സ്, നെക്സ്റ്റ് വ്ളോഗിൽ കാണാം.